ഹായ്, ഞാൻ ലിയോ മാർക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഭാവിയിലേക്ക് വലിയ വളർച്ചാ സാധ്യതയുള്ള ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ബയ്യോ സെല്ലർ റെക്കമെൻഡേഷനൊന്നുമല്ല, കാര്യങ്ങൾ പറയുന്ന കമ്പനീനെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മളൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ആദ്യം തന്നെ ലക്ഷ്യമാക്കേണ്ടത്? ആദ്യം തന്നെ നോക്കേണ്ട ഒരു കേസാണ്, ഈ ഒരു ബിസിനസ്സിന് ഇനി വളരാൻ സ്കോപ്പുണ്ടോ? ആ ഒരു ബിസിനസ് അടുത്തൊരു 10-30 കൊല്ലത്തേക്ക് നല്ല രീതിയിൽ വളർച്ച സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ആദ്യം തന്നെ നമ്മൾ പരിശോധിക്കേണ്ടത്. അങ്ങനെ ബിസിനസ്സിൻ്റെ ഒരു സ്കോപ്പ് ഉണ്ട്, ഇങ്ങനെയാണെങ്കിലാണ് നമ്മൾ ആ ഒരു സ്റ്റോക്കിനെ നമുക്ക് ആദ്യത്തെ ഒരു പരിഗണന കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസുകളൊക്കെ നന്നായിട്ട് പരിശോധിച്ചിട്ട് വേണം നമ്മളൊരു സ്റ്റോക്കിനെ കുറിച്ച് വിലയിരുത്താനും അതിനെ നമ്മൾക്ക് പറ്റിയതാണോ എന്ന് നോക്കാനും വേണ്ടിയുള്ളത്. എന്നാൽ മാത്രമാണ് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ അകത്ത് നമുക്ക് എല്ലാ കാലത്തും നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. അതിൻ്റെ ബിസിനസ് വളർച്ചാ സാധ്യതയുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മാത്രമേ. അല്ലാണ്ട് ഭയങ്കരമായിട്ട് കടം കയറി ഒരു രക്ഷയില്ലാതെ കടം കയറി പോകുന്നു. ബിസിനസ്സാണെങ്കിൽ ബിസിനസ്സിനൊരു വളർച്ചയില്ല, അതിന് ഒരു സ്കോപ്പും ഇല്ലാത്ത ബിസിനസ്സാണെങ്കിൽ എന്ത് പറ്റും? അത് പതുക്കെ പതുക്കെ അവിടെ തന്നെ നിന്ന് താഴത്തേക്ക് പോകുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു വളർച്ചാ സാധ്യതയുണ്ട്. ഓരോ കാലഘട്ടം കഴിയുന്തോറും അത് ഓരോ മേഖലയിലേക്ക് കടന്ന് വരുന്ന ഒരു ബിസിനസ്സാണെങ്കിൽ അതിനൊരു സാധ്യതയുണ്ട്. അവരെ കാലത്തിനനുസൃതമായിട്ട് അവർ ഒരു വളർച്ച നേടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോണ സ്റ്റോക്കിൻ്റെ പേരെന്നാ? ഇന്ന് പരിശോധിക്കാൻ പോണ ഒരു ഹോസ്പിറ്റൽ സ്റ്റോക്കാണ്. ആ സ്റ്റോക്കിൻ്റെ പേരെന്ന് വെച്ചാൽ കിംസ് ഹോസ്പിറ്റൽ എന്നുള്ളതാണ്. ഈ ഒരു ബിസിനസ്സിനുള്ള ഒരു സ്കോപ്പ് തന്നെ, ഇന്ത്യ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഉള്ളൊരു മേജർ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ വ്യക്തികളുടെയും വരുമാനം ഭാവിയിലേക്ക് പതുക്കെ പതുക്കെ കൂടി വരും. അങ്ങനെ കൂടി വരുമ്പോഴത്തേന് എന്ത് സംഭവിക്കും? ഇവരെല്ലാവരും എന്ത് ചെയ്യും? ആരോഗ്യം ഒരു നമുക്കെല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്, അത് കൂടുതലായിട്ട് ശ്രദ്ധ വെക്കും. അങ്ങനെ വരുമ്പോഴത്തേനും നല്ല നല്ല ഹോസ്പിറ്റലുകളിലേക്ക് എന്ത് പോകും? ഇവർക്ക് ചികിത്സ തേടി പോകും. അങ്ങനെ വരുമ്പോഴത്തേനും ഇതുപോലെ ചെയിനായിട്ട് വളർന്നു വരുന്ന വലിയ വലിയ ഹോസ്പിറ്റൽ വളർന്നു വരുന്ന ഏരിയകളിലേക്ക് വരുമ്പോൾ അവർക്ക് എന്നാ കൂടുതൽ വളർച്ചാ സാധ്യത കിട്ടും. അതാണ് ഈ ഹോസ്പിറ്റലുകളുടെയൊക്കെ ഒരു ഗുണം. പിന്നെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഏതെങ്കിലും ആരും ചെന്ന് അവിടെ ചെന്ന് പേശാനൊന്നും പോയില്ല. അവർ തന്നെ പറയും, അവർ തന്നെ തീരുമാനിക്കും ഇന്നതാണ് അതെന്ന് പറഞ്ഞ് നമ്മളത് കൊടുത്ത് തിരിച്ചു പോരുക എന്നുള്ളതാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു ഡിമാൻഡ്. കാരണം എന്താ, നമ്മളാരും ചെന്ന് അവിടെ ഈ ഒരു ആരോഗ്യം വെച്ചിട്ട് നമ്മൾ ഒരു കളി നടത്തിയാല. അപ്പോൾ അത് തന്നെ അതിൻ്റെ അകത്തൊരു കൂടുതൽ ഗുണം. അപ്പം നമുക്കെന്ത് ചെയ്യണം? നമ്മളും ഈ ഒരു വളർച്ചാ സാധ്യത നമുക്കും എങ്ങനെ നേട്ടം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തൂടെ നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റോക്കുകൾ എന്ത് ചെയ്യണം? ലോങ് ടൈമിലേക്ക് വേണം നമ്മൾ ഹോൾഡ് ചെയ്യാൻ. പതുക്കെ പതുക്കെ അങ്ങ് വളർന്ന് ആരും അറിയാണ്ടായിരിക്കും ഇവരുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ പോകണത്. ഞാനിപ്പോൾ സൈറ്റിനെ കുറിച്ച് വിശദമായിട്ടൊന്നും പറയുന്നില്ല, അത് നിങ്ങളെടുത്ത് സ്വന്തമായിട്ട് നോക്കിക്കോട്ടോ. കാരണം എന്നാ വെച്ചാൽ ഇതിൻ്റെ താഴത്തേക്ക് നോക്കി ഹോസ്പിറ്റൽ നെറ്റ്വർക്ക്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിന്നെ താഴത്തേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഏതൊക്കെയാണെന്നുള്ളത് ഒരു നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അതൊക്കെ നിങ്ങളെടുത്ത് പരിശോധിച്ച് വയ്ക്കുക. കാരണം വെച്ചാൽ ഈ ഹോസ്പിറ്റലിനെ കുറിച്ചൊരു മൊത്തത്തിലൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു മേഖലയിൽ എത്ര വളർച്ച സാധ്യതയുണ്ട്, എന്തോരോ ഹോസ്പിറ്റലിൽ ഇപ്പം തന്നെ ഉണ്ട്, ഇനി എത്ര വളർച്ച സാധ്യതയുണ്ട് നമുക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡീറ്റെയിൽസുകൾ ഫുള്ളായിട്ട് പഠിച്ചിരിക്കണം. നമുക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ത് ചെയ്യണം? അതിൻ്റെ ഫണ്ടമെൻ്റലിലേക്ക് നോക്കാം. അപ്പോൾ ഇത് NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്തേക്കുന്ന ഒരു കമ്പനിയാണ്. മാർക്കറ്റ് ക്യാപ്പ് എന്ന് വെച്ചാൽ 22,982 കോടിയുടെ ഒരു സ്മോൾ ക്യാപ്പിൽ നിന്ന് അങ്ങോട്ട് ഒരു മിഡ് ക്യാപ്പിലേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ ഒരു സ്മോൾ ക്യാപ്പിൽ നിന്ന് പെട്ടെന്നായിരിക്കും ലാർജ് ക്യാപ്പിലേക്ക് വരുന്നത്. ആ ഒരു കാലഘട്ടമാണ് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും വലിയ വളർച്ചയുടെ കാലഘട്ടം. ഏറ്റവും തീരെ സ്മോൾ ആയിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഭയങ്കര വേരിയേഷൻ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന്
പെട്ടെന്നായിരിക്കും നല്ല വളർച്ച എന്ന് പറഞ്ഞാൽ പെട്ടെന്നായിരിക്കും ഒരു ബിസിനസ്സൊക്കെ വളർത്തി ഒരു ലാർജ് ഗ്യാപ്പായിട്ട് മാറുന്നത്. ആ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഏറ്റവും കൂടുതൽ നേട്ടം കിട്ടുന്ന ഒരു പീരീഡാണ്. അപ്പോൾ ഇങ്ങനത്തെയുള്ള ആ വളർച്ചയിൽ കൂടെ പോവുകയാണെങ്കിൽ വലിയ നേട്ടം കിട്ടാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഒരു നേട്ടം തന്നെ കിട്ടുന്നുണ്ടോ എന്ന് പറയുമെങ്കിൽ ഇതുപോലുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് പഠിക്കണം. അല്ലെങ്കിൽ എന്നാ വെച്ചാൽ അത് നമ്മളെപ്പോഴും അതിൻ്റെ കൂടെ തന്നെ നോക്കിപ്പോയാൽ ആ ഒരു വളർച്ച കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാനും പറ്റുള്ളൂ. കറക്റ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 574, 52 വീക്ക് ആയി എന്ന് പറഞ്ഞാൽ 580, 52 വീക്ക് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 325, സ്റ്റോക്കിൻ്റെ പി എന്ന് പറഞ്ഞാൽ 72.8, ബുക്ക് വാല്യൂ 45.7, ഡിവിഡൻഡ് നൽകുന്ന കമ്പനിയല്ല, ROC 16.9, ROE എന്ന് പറഞ്ഞാൽ 17.6, ഫേസ് വാല്യൂ 2 ഈ കഴിഞ്ഞ ദിവസം സ്പ്ലിറ്റ് ആയേക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ ചാർട്ട് നോക്കി, മാക്സിമം ചാർട്ട് പാറ്റേൺ നോക്കി, ഒരു നല്ലൊരു ലെഫ്റ്റ് ടു റൈറ്റ് കയറ്റമുള്ളൊരു ചാർട്ടാണ്. പിന്നെ ഇതിൻ്റെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇയർ ഓൺ ഇയർ സെയിൽസ് ഗ്രോത്ത് നോക്കി, 2016 വെറും 512 കോടി ഉണ്ടായിരുന്നുള്ളത് 2024 മാർച്ച് എത്തിയപ്പോഴത്തേനും 2498 ട്രേഡിംഗ് ടെൽമെന്ന് 2581 കോടിയിലേക്ക് വളർന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണെങ്കിലോ 109 കോടി, എത്രയാണ് 648, ട്രേഡിംഗ് ടെൽമെന്ന് 663 കോടിയിലേക്കാണ് വളർന്നേക്കുന്നത്. ഓപ്പറേറ്റിംഗ് മാർജിൻ ആണെങ്കിലോ ആപ്പാടെ ഈ 2018 മാർച്ചിലും 19 മാർച്ചിലേ ഉള്ളൂ 15% താഴെയുള്ളൂ. ബാക്കി എല്ലാം 20% മുകളിലാണുള്ളത്. അതൊരു നല്ല പോയിൻ്റാണ്. പിന്നെ നോക്കിക്കേ, നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ 28 കോടിയിൽ നിന്ന് എത്രയിലേക്ക് വന്നു, 336 കോടിയിലേക്കും, ട്രേഡിംഗ് ടെൽമെന്ത് 345 കോടിയിലേക്കാണ് വന്നേക്കുന്നത്. പിന്നെ നമുക്ക് നോക്കിയാൽ റിസർവ് നോക്കി 2016 മാർച്ചിൽ 193 കോടിയിൽ നിന്ന് എത്രയിലേക്ക് വന്നു, 1748 കോടിയിലേക്ക് കൂടിയിട്ടുണ്ട്. കടമാണെങ്കിലോ 256 കോടിയിൽ നിന്ന് അതും 1355 കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ കടം ഇതുപോലെയുള്ള ചെറിയ കമ്പനികൾക്ക് കൂടുന്നത് നല്ലതല്ല. പക്ഷെ അതൊരു നല്ലൊരു ഭാവിയിലെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഭാവിയിലേക്ക് മെച്ചമാവുന്നുണ്ടോ, അതനുസരിച്ച് ഇത് കടം കുറഞ്ഞു തന്നെയുണ്ടോ എന്നുള്ളത് നമ്മൾ എപ്പോഴും നോക്കണം. പ്രത്യേകിച്ച് ഈ റിസർവിൻ്റെ മുകളിലേക്ക് പോകുന്നത് കടം അത്ര പോകുന്നത് നല്ലതല്ല. അപ്പോൾ ഇതിന് റിസ്ക് കൂടുകയാണ്. അപ്പോൾ കടം എപ്പോഴും നമുക്കൊരു ഇതാണ്. അപ്പോൾ ലോങ് ടൈം ബോറോയിങ്സ് കൂടുതലാണ് 928 കൂട്ടിയേക്കുന്നത്. ഷോർട്ട് ടൈം ബോറോയിങ്സ് ആണെങ്കിലും 119 കോടിയാണുള്ളത്. മൊത്തത്തിൽ കടവും ഇച്ചിരി നന്നായിട്ട് കയറിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു ഇതില്ലാത്ത കൂടിയേക്കണത്. അപ്പോൾ അത് നമ്മളെപ്പോഴും നോക്കണം. ഭാവിയിലേക്ക് കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളത് എപ്പോഴും നോക്കേണ്ട ഒരു കേസാണ്. പിന്നെ നമുക്ക് താഴത്തേക്ക് നോക്കി കഴിയുമ്പോഴത്തേന് എന്താ ഇതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ. പ്രൊമോട്ടർ ഷെയർ ഹോൾഡിംഗ് നോക്കി 38.84, അവിടെ അത് അങ്ങനെ തന്നെ ഏകദേശം ആ ഒരു ഏരിയയിൽ തന്നെ നിൽക്കുന്നു. FIS ആണെങ്കിൽ 9.9 കൂട്ടി 17.84 ഓരോ കാലഘട്ടം കഴിയുന്നതോറും അവർ കൂട്ടിയാണ് തന്നെ എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യണം. DAS ആണെങ്കിൽ 18.64 കൂട്ടി 32.12 അവരും കൂട്ടിയിരിക്കണം. അപ്പോൾ FISും DASും ഇതിൻ്റെ അകത്ത് ഓരോ കാലഘട്ടം കഴിയുന്നതോറും സ്ട്രൈക്ക് കൂട്ടി വരിക എന്നുള്ളത് നോക്കണം. പബ്ലിക്കിൻ്റെ കയ്യിലാണെങ്കിൽ 11.22 നിൽക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് ചാർട്ട് നോക്കിയാലോ. ചാർട്ട് നോക്കിയേ, ഇത് വീക്കിലി ചാർട്ടാണ്. ആദ്യകാലത്തൊരു ഇത് വന്നു, അത് നല്ല വോളിയൊക്കെ ജനറേറ്റ് ആയിട്ടുണ്ട്. RSI വാല്യൂ നോക്കിയേ, ഓവർ ബോട്ടാണ് നിൽക്കുന്നത്, ഭയങ്കരമായിട്ട് ലാഭമൊക്കെ ഒരുപാട്. ഇപ്പോൾ ഏത് സമയം വേണമെങ്കിലും ഒരു പ്രോഫിറ്റ് ബുക്കിങ് വരാം എന്നുള്ളൊരു പോയിന്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് വാങ്ങിക്കുന്നത് നല്ലതാണോ? ഒരിക്കലും അല്ല. കാരണം ഒരു പ്രോഫിറ്റ് ബുക്കിങ് കഴിഞ്ഞിട്ട് വാങ്ങിക്കുന്നതാണ് എപ്പോഴും ഒരു നല്ലതെന്നാണ് ഈ ഒരു RSI വാല്യൂ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു കൂളിംഗ് ഒക്കെ ആയിക്കഴിഞ്ഞിട്ടാണ്. പിന്നെ ഇവിടെ നോക്കി ഓളിയൊക്കെ നോക്കി, ഇവിടെയൊക്കെ നല്ല ഓളിയാണ്, ഇവിടെയൊക്കെ വലിയ പച്ചയൊക്കെ ഓളി ക്യാൻഡിലാണ് ഡെവലപ്പ് ആയേക്കണത്. പിന്നെ സെല്ലിങ് ആയിട്ടുള്ള ഈ ചുവന്ന ക്യാൻഡിലുകൾ, ഓളിങ് ക്യാൻഡിലുകളൊന്നും വലിയ കാര്യമായിട്ട് മുഴച്ച് നിൽക്കുന്നില്ല. കൂടുതലും പച്ച തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുക. അപ്പോൾ അതന്നെ അതിൻ്റെ അർത്ഥം ഇവർക്ക് കൂടുതൽ ലോങ് ടൈമിലേക്കാണ് ഹോൾഡ് ചെയ്യുന്നത്. കാര്യമായിട്ട് സെല്ലിങ് ഇതിൻ്റെ അകത്ത് വന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഭാവിയിലേക്ക് വലിയൊരു വളർച്ച സാധ്യത ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് ചാർട്ട് നോക്കി കഴിഞ്ഞാൽ ഓരോ താഴ്ചയും കഴിയുമ്പോഴത്തേനും വലിയൊരു
ബൗൺസ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഓരോ ഏരിയയിലും വരുമ്പോഴത്തേനും അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോഴത്തേനും ഒരു റെസിസ്റ്റൻസ് അനുഭവിച്ചു. ആ റെസിസ്റ്റൻസ് ഇവിടെ നിന്ന് മറികടന്ന് മുകളിലേക്ക് പോയി. ആ മുകളിലേക്ക് പോയത് അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് സ്പ്ലിറ്റ് നടന്നേക്കണം. അപ്പോൾ ഇനിയിപ്പം എന്താ സംഭവിക്കുന്നത്, ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത ഇവിടെ കിടപ്പുണ്ട്. കാരണം സ്പ്ലിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി തന്നെ ഇവിടെ ആ ഒരു സ്പ്ലിറ്റിൻ്റെ പേരിൽ എടുത്ത കുറേ പേരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഇന്നത്തെ ഒരു സപ്പോർട്ട് ഏരിയ എവിടെയായിരിക്കും, ഈ ആദ്യകാലത്ത് ഈ കഴിഞ്ഞ റെസിസ്റ്റൻസ് ആയിട്ട് അനുഭവിച്ചിരുന്ന 446 മുതൽ 472 വരെയുള്ള ഈ ഏരിയ ആയിരിക്കും സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യതയുള്ളൊരു ഏരിയ. അപ്പോൾ ഈ ഏരിയയിലേക്ക് വന്ന് സപ്പോർട്ട് എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുക, ആ എടുത്ത് അവിടെ നിന്ന് തിരിഞ്ഞ് സപ്പോർട്ട് എടുത്തു എന്ന് നമുക്ക് തോന്നുമ്പോഴായിരിക്കണം അതിൻ്റെ നമ്മളൊരു തീരുമാനം എടുക്കാൻ വേണ്ടത്. അപ്പോൾ അതിന് മുമ്പോടിയായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ സ്റ്റോക്കിനെ കുറിച്ചും ഈ കമ്പനീനെ കുറിച്ചും ഇതിൻ്റെ ഒരു വളർച്ചാ സാധ്യതയെക്കുറിച്ച് എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് പഠിക്കണം. ഇപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഓടിച്ചിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതെന്ത് ചെയ്യണം, നമ്മൾ ഇരുത്തി അതിൻ്റെ ഒരു വളർച്ച സാധ്യതയെക്കുറിച്ചൊക്കെ എപ്പോഴും നമ്മൾ പഠിച്ചാൽ മാത്രമാണ് ആ ഒരു ജേർണിയിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതുപോലെയുള്ള ഹോസ്പിറ്റൽ സ്റ്റോക്കിലൊക്കെ വലിയ വളർച്ചാ സാധ്യതയുള്ളൂ. ഇപ്പോൾ ജേർണിയൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. കാരണം ഇപ്പോൾ നോക്കി ഇവിടെ നിന്ന് ജേർണി തുടങ്ങിയിട്ടേ ഉള്ളൂ എൻ്റെ ജേർണി. അപ്പോൾ ഇനി അങ്ങോട്ട് വലിയൊരു വളർച്ചാ സാധ്യത ഇവർക്ക് നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ആരോഗ്യരംഗമൊക്കെ ഒരുപാട് വികസനത്തിലേക്ക് പോകാനുമുണ്ട്, അത് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, ഇതുപോലെയുള്ള ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറേ ബിസിനസ്സുകളുണ്ട്. വളർച്ച എന്ത് വന്നാലും വരാൻ ചാൻസ് ഉള്ളൊരു ബിസിനസ്സുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് അവരുടെ ആ ഒരു എല്ലാ റിസൾട്ടും അതിൻ്റെ ഒരു വളർച്ചയും ഒക്കെ പഠിച്ച് പോവുകയാണെങ്കിൽ എന്നാ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വളർച്ച നമ്മുടെ കൂടെ, ആ ഒരു വളർച്ചയുടെ കൂടെ തന്നെ നമുക്കും ഓടിപ്പോകാമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിനാദ്യം തന്നെ വേണ്ടത് തന്നെ ക്ഷമയും ഇതിനെക്കുറിച്ചുള്ള പഠിക്കാനുള്ള മനസ്സുമാണ് വേണ്ടത്. അത് നിങ്ങൾ പതുക്കെ അത് പഠിച്ച് ക്ഷമയോടുകൂടി ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു ചുരുങ്ങിയ വീഡിയോ. ഇത് എൻ്റെ ഒരു കണക്ക് പ്രകാരം ഭാവിയിലേക്ക് വലിയ റിട്ടേൺ നൽകാൻ ചാൻസ് ഉള്ളൊരു സ്റ്റോക്കാണ്. അപ്പോൾ പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ബയ്യേഴ്സ് അല്ല, റെക്കമെൻഡേഷനൊന്നുമല്ല, കാര്യങ്ങൾ പറഞ്ഞ് കമ്പനീനെ പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.